ഇത് എതുക്കൊക്കെ ഇത് 5 സ്വന്തം. ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇത് നിങ്ങൾ കാണുന്നത് ആട്ടുകല്ല്, അരകല്ല്, അമ്മിക്കല്ല്, ഇടികല്ല് ഒക്കെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഇതിൻ്റെ അകത്തായിരുന്നു ചതച്ചും അരച്ചും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ഉണ്ടാക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഇത് കാണുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ അരകല്ലിലൊക്കെ അരച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇന്ന് ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത് മിക്സി, ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അരകല്ലിനെയൊക്കെ ആശ്രയിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നല്ല ക്വാളിറ്റി അരകല്ല്, ആട്ടുകല്ല്, ഇങ്ങനെ നല്ല കല്ലിൽ കൊത്തിയ സാധനം എവിടെ കിട്ടുമെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതെങ്ങനെയാണ് സീസൺ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം. ഈ അരകല്ലിലൊക്കെ നമ്മൾ അരച്ചുണ്ടാക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. സ്വാദ് മാത്രമല്ല, അതിൻ്റെ ഗുണവും കൂടുതലാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നതെല്ലാം മിനിയേച്ചറാണ്. മിനിയേച്ചർ, അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇത് മിനിയേച്ചർ ഫോമിലുള്ള, അതായത് നമ്മുടെ കല്ലിൽ കൊത്തിയെടുത്ത അരകല്ല്, ആട്ടുകല്ല്. ഇത് ആട്ടുകല്ല്. ഇതിന് ഹാൻഡിൽ നമ്മൾ കണ്ട ഇതിന് ഒരു സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം നമുക്കിങ്ങനെ അരയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും. പെട്ടെന്ന് നല്ലപോലെ അരച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതുമല്ല, ഈ കല്ലിൽ പിടിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലുള്ള ഹാൻഡിൽസ് ഉണ്ട്. അത് മോട്ടർ ആൻഡ് പെസലിനും ഇതുപോലെ ഹാൻഡിലുള്ളത് ടൈപ്പ് ഉണ്ട് ഇവിടെ. കണ്ട, ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓരോ കല്ലിനും ഇവർ 4 വർഷത്തെ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അതായത് ഒരു കല്ലും പെട്ടെന്നൊന്നും പന്നലായി പോകത്തില്ല. അഥവാ ഇതിൻ്റെ നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടുന്നില്ല, അവരുടെ കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇത് നല്ലതുപോലെ മൂർച്ച കൂട്ടിത്തരും. അതായത് ഒന്നുകൂടെ കൊത്തി നല്ല ഇതാക്കി തരും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദനം, മഞ്ഞൾ, അതുപോലുള്ള മരുന്നുകളൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതിങ്ങനെ കറക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ മരുന്ന് വെച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെ കറക്കി കൊടുത്താൽ മതിയെന്നാണ് അവർ പറയുന്നത്. കണ്ട, വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മരുന്നൊക്കെ ഇത് ഞാനിപ്പം വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് വെച്ച് അരച്ച് കാണിക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിപ്പം മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ടാണ് അത്ര നല്ലതുപോലെ അരഞ്ഞു വരാത്തത്. ഇതിൻ്റെ വലിയ ടൈപ്പ് ഉണ്ട്, നമുക്കൊക്കെ അരയ്ക്കാൻ പറ്റിയ രീതിയിലുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളതായത് എങ്കിൽ തന്നെയും നല്ലപോലെ മൂർച്ചയുള്ള, കണ്ട, നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡറിന് മൂർച്ച കുറവാണെങ്കിൽ അത് ഇവരുടെ കൈ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ അത് കൊത്തി ഒന്നുകൂടെ നല്ലപോലെ മൂർച്ച ഇട്ട് തരും. അതുമാത്രമല്ല, അതിൻ്റെ കല്ല് മാറ്റി വേറെ നല്ല പുതിയ കല്ലിട്ട് തരികയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോൺ വർക്കിൻ്റെ കടയിൽ നിന്നാണ് ഇതൊക്കെ മേടിച്ചത്. അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കല്ലിലൊക്കെ അരച്ച് ഉണ്ടാക്കി കഴിക്കണമെന്നാണ്. കാരണം അത് പറയാൻ കാരണം, നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ഭയങ്കര ഫോഴ്സ്ഫുൾ സ്പീഡിൽ അരയ്ക്കുമ്പോൾ അതിൽ പല വൈറ്റമിൻസും നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുവാണെങ്കിലും ഇതുപോലെ അരച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മൾ സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ അരിയിട്ട് നല്ലതുപോലെ പൊടിക്കുക. നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ച് വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ചെറിയ കല്ലിൻ്റെ പൊടികളും ആ പൊടിയൊക്കെ നമ്മുടെ ഉള്ളിൽ കാരണം ഭക്ഷണത്തിൻ്റെ കൂടെ ചേർന്ന് അരഞ്ഞ് നമ്മുടെ ഉള്ളിൽ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൽപാത്രങ്ങളായാലും ഇതുപോലത്തെ ആട്ടുകല്ലായാലും അരകല്ലായാലും നല്ലതുപോലെ നമ്മൾ അരിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് പൊടിച്ച് അരച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ പഞ്ചസാരയോ അതുപോലെ ഉപ്പോ ഇട്ട് നല്ലതുപോലെ അരച്ച് പൊടിച്ച് നല്ലപോലെ സീസൺ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു ദിവസം മുഴുവൻ നമുക്കിത് കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ടാലും മതി. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് സീസൺ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് സീസൺ ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരച്ച് 1-2 പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും. കാരണം ഇതിൻ്റെ അകത്തെ പൊടിയൊന്നും നമ്മുടെ ഉള്ളിലേക്ക് പോകത്തില്ല.
ഇങ്ങനെ കല്ലിൽ കൊത്തി ആട്ടുകല്ല് അരകല്ലൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് കോയമ്പത്തൂരിൽ ശിവാനന്ദ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ഒരു ബ്രിഡ്ജുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് ഇറങ്ങി കുറച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കല്ല് കുത്തിയ കുറേ കടകളുണ്ട്. അതിൽ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടാമത്തെ കടയിൽ നിന്നാണ് ഞാനിത് ഇവിടെ നിന്നാണ് വാങ്ങിയത്. വിലക്കുറവിലാണ് നമുക്ക് സാധനങ്ങൾ തരാറുള്ളത്. ഇതിൻ്റെ ഫോൺ നമ്പർ ഞാൻ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരുടെ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഇത് കണ്ടോ, നല്ല ഹാൻഡിലുള്ള മോട്ടർ ആൻഡ് പേഴ്സിൽ, അതുപോലെ തന്നെ അരകല്ല്, വലിയ ആട്ടുകല്ല് പല വലിപ്പത്തിലുള്ളതുകൊണ്ട് ആ വലിപ്പം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് കൂടുതലാണ് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഇതുപോലത്തെ സാധനങ്ങളും ഒക്കെ ഈ കടയിലുണ്ട്. വളരെ നല്ലൊരു ഷോപ്പാണ്. ഇത് കല്ലിൽ കുത്തി എടുക്കുന്ന മോട്ടർ ആൻഡ് പേഴ്സാണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റിലുള്ള ടൈപ്പ് ഒക്കെ. ഇത് ഈ കടയിലില്ല, ഇവിടെ ഓൺലി നമ്മുടെ ഈ പാറക്കല്ലിൻ്റെ അകത്ത് കുത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ആട്ടുകല്ലിന് പിടിയുള്ളതും ഇതുപോലെ നല്ല വലിപ്പമുള്ള ആട്ടുകല്ലൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ മരുന്ന് അരച്ചെടുക്കത്തക്ക രീതിയിലുള്ള പാത്രങ്ങൾ, അങ്ങനെ പല വിധത്തിലും പല ടൈപ്പിലുള്ള ഇതിവിടെയുണ്ട്. ഇതെല്ലാം എവിടെ ഒക്കെ? 150 രൂപ. ആ പിടിയുള്ളത് 250 രൂപ. 250 രൂപ. இதெல்லாமே கோயிலுக்கு தகுந்த மாதிரி விலைங்க. இது வந்து நம்ம எல்லாமே மருந்து இருந்து எல்லாம் இடிக்கலாம். உங்களுக்கு எத்தனை செட்டு வேணும்னு சொல்லுங்க, நாங்கள் அனுப்பி போட்டோம். இந்த ஃபோன் நம்பர் கூப்பிட்டா போதுமா? அந்த ஃபோன் நம்பர் கூப்பிட்டு 86 82 பார்த்தீங்கன்னா எந்த நம்பர் கூட சரி எடுப்போம். அது பையனது எங்களது யாராவது கூப்பிடுங்க, நாங்கள் அனுப்பிவிடணும். அனுப்பிவிடுவோம். നിങ്ങളുടേതാ இந்த ഷോപ്പ്? അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഇവരെ വിളിച്ചാൽ മതി. ഇവർ അയച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.